പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ ചിന്താവചനം എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് ഓശാന ഞായർ. ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പെസഹാ തിരുനാൾ ആഘോഷിക്കാൻ പോകുന്ന ആ വിജയഘോഷയാത്രയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്ന ചില വചനങ്ങളാണ് ഇന്നത്തെ ചിന്താവചനത്തിൽ. പഴയ നിയമത്തിൽ സഖറിയായുടെ ഒരു പ്രവചനം ഇങ്ങനെയാണ്: സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയാശാലിയുമാണ്. അവൻ വിനിയോന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ബൈബിളിലെ 4 സുവിശേഷങ്ങളിലും ഈശോയുടെ ഈ ജെറുസലേം യാത്ര പരാമർശിക്കുന്നുണ്ട്. കഴുതയെയും കഴുതക്കുട്ടിയും എന്തിനാണെന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. അതായത് മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട മൃഗത്തെ മറ്റു അനുദിന പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചിട്ടില്ലാത്തതായിരിക്കണം എന്നൊരു നിഷ്ഠ അക്കാലത്ത് ഇസ്രായേലുണ്ടായിരുന്നു. മാത്രമല്ല, സഖറിയ പ്രവാചകന്റെ പ്രവചനവും ഇവിടെ നിറവേറേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ ഒരാളെ രാജാവായി അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ കഴുതപ്പുറത്താണ് എഴുന്നള്ളിച്ചിരുന്നത്. രാജാവ് വരുന്ന വഴിയിൽ ജനങ്ങൾ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ വിരിച്ചും ഒലീവ് മരച്ചില്ലകൾ നിരത്തിയും ആദരവ് പ്രകടിപ്പിക്കുക പതിവായിരുന്നു. ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയുടെ വഴിയിലും ജനങ്ങൾ തങ്ങളുടെ വസ്ത്രങ്ങളും ഒലീവ് ചില്ലകളും നിരത്തിയാണ് എതിരേറ്റത്. ഇസ്രായേലിൽ വരാനിരിക്കുന്ന ക്രിസ്തു മിശിഹ യേശുവാണെന്ന വിശ്വാസമായിരുന്നു ഈ രാജകീയ വരവേൽപ്പിന് നിദാനമായി. ഈശോ എഴുന്നള്ളി വരുമ്പോൾ ജനങ്ങൾ ഹോസാന ഹോസാന എന്ന് ആർത്തു വിളിക്കുകയായിരുന്നു. നമ്മൾ മലയാളികൾ ഓശാന എന്നും ഹോസാന എന്നും പറയുന്ന ഈ പദം ഹീബ്രുവിലെ ഹോസിയാഹ്ന എന്ന വാക്യത്തിൻ്റെ ചുരുക്കെഴുത്താണ്. ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഈ ഹീബ്രു വാക്യത്തിൻ്റെ അർത്ഥം. ലൂക്കാസ് സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 41-ാം വചനത്തിൽ യേശു ജെറുസലേം പട്ടണത്തെ നോക്കി വിലപിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഓശാന ഘോഷയാത്രയിലാണ് ഇത് നടന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ യഹൂദജനങ്ങൾ, ദൈവം തിരഞ്ഞെടുത്ത ദൈവജനം, തങ്ങളുടെ ഏക സത്യദൈവത്തെ ആരാധിച്ചിരുന്ന ലോകത്തിലെ ഏക സ്ഥലം ജെറുസലേം ആയിരുന്നല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ സർവശക്തൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ജെറുസലേം ദേവാലയം. ദൈവികമായ കൽപ്പനകളും പാരമ്പര്യങ്ങളും മറന്ന് യഹൂദജനം അന്യദേവന്മാരുടെ ബലിപീഠങ്ങളിൽ ബലിയർപ്പിച്ചും അങ്ങനെ അവർ സത്യദൈവത്തെ മറന്നു. അതിനുള്ള ശിക്ഷ ജെറുസലേമിൻ്റെ നാശമായിരുന്നു. വരാനിരിക്കുന്ന ആ മഹാദുരന്തത്തെ യേശു ഈ യാത്രയിൽ ഓർക്കുകയായിരുന്നു. കല്ലുമേൽ കല്ല് ശേഷിക്കാത്ത ജെറുസലേമിൻ്റെ പതനം യേശു അവിടെ വെച്ച് വെളിപ്പെടുത്തിയിരുന്നു. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം: കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. നമ്മുടെ വിയർപ്പിൻ്റെ വിലയായ വസ്ത്രങ്ങൾ അവൻ്റെ വഴിയിൽ നമുക്ക് വിരിക്കും. നമ്മുടെ വിളവിൻ്റെ ഫലമായ മരച്ചില്ലകൾ അവൻ്റെ വഴിയിൽ നിരത്തിയും അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. മഹത്വത്തിൻ്റെ ആ രാജാവിനെ നമുക്കെന്നും ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആമേൻ.